Assalamualaikum. A'udzu billahi minasyaitonir rajim. Bismillahirrahmanirrahim. Inna Ibrahima kana ummatan qanitan lillah hanifan walam yakun minal മുശ്രിക്കീൻ. സഹോദരങ്ങളെ, സൂറത്തുൻ നഹ്ൽ 120-ാമത്തെ വചനം. ആകാശമതങ്ങളിൽ 3 മതത്തിലും ഏറെ സ്ഥാനീയനാണ് ഇബ്രാഹിം എന്ന മഹാമനീഷി. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹ് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 4 പ്രാവശ്യമാണ് ഖുർആനിൽ സൂചിപ്പിച്ചത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് 69 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കുന്നുണ്ട്. പേര് മാത്രം 69 പ്രാവശ്യം പറഞ്ഞു എന്നതല്ല, അത്രയും സന്ദർഭങ്ങളിൽ വിവിധങ്ങളായ ചരിത്ര ഭാഗങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. അത് മാത്രമല്ല, അള്ളാഹു തന്നെ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തിയത് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഇബ്രാഹിം നബിയെ കൂട്ടുകാരനായി സ്വീകരിച്ചു എന്നാണ്. പിന്നൊന്ന് സൂചിപ്പിച്ചത് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമൻ, മനുഷ്യരുടെ ഇമാമാക്കി താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. മനുഷ്യരുടെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമും അമ്പിയാക്കളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമാണ് എന്നും നമുക്കറിയാം. എന്താണ് ഇത്രയും ചരിത്രത്തിൽ ഇടം നേടാനുള്ള കാരണം? അത് താൻ മനസ്സിലാക്കിയ ആദർശം, അള്ളാഹു ഏൽപ്പിച്ച അമാനത്ത് ഒരു സൈഫായി നിന്ന് മെല്ലെ ആളുകളുടെ അതൃപ്തിയും ആളുകളുടെ ദേഷ്യമൊക്കെ വരുമ്പോൾ ഒന്ന് മയപ്പെടുത്തി സൗമ്യമായി പറയുന്ന ഒന്നല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദർശം പറയാൻ വേണ്ടി മാത്രം ഇറാഖിലേക്കും സിറിയയിലേക്കും ഫലസ്തീനിലേക്കും ഹിജാസിലേക്കും പുറപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഏറെ ത്യാഗനിർഭരമായൊരു സംഗതിയാണ്. മാത്രമല്ല, നാടും നാട്ടുകാരും എതിരാവുകയും വീട്ടിൽ നിന്ന് പോലും സ്വസ്ഥതയില്ലാത്ത രൂപത്തിൽ പെരുമാറ്റം വരികയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ 2 വട്ടം ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഇബ്രാഹിം നബിക്ക്. അള്ളാഹ് തന്നെ പറയുന്നത്, ഒറ്റ ഉദാഹരണം മതി നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ. വളരെ കാലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അള്ളാഹു ഇബ്രാഹിം നബിക്ക് ഒരു സന്താന സൗഭാഗ്യം നൽകുന്നത്. ആ കുട്ടി ഏറെ പിതാവിനോടൊപ്പം പിച്ചവെക്കാൻ തുടങ്ങിയ സമയത്താണ് അള്ളാഹു പറയുന്നത് ആ കുഞ്ഞിനെ ബലിയറുക്കണമെന്ന്. ഇബ്രാഹിം നബി മകനെ വിളിച്ചാൽ പറയുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ നിന്നെ അറുക്കണമെന്ന് അള്ളാഹ് എനിക്ക് സ്വപ്ന ദർശനം നൽകിയിട്ടുണ്ട്. അന്നി അദ്ബഹുക ഫൻളുർ മാദാ തറ. അപ്പോൾ കുട്ടി അതിന് സമചിത്തതയോടെ പറയുന്നൊരു മറുപടി, ഉപ്പ അള്ളാഹ് കൽപ്പിച്ചതുപോലെ ചെയ്തോളൂ, ക്ഷമാശീലനായി നിങ്ങൾക്ക് എന്നെ കാണാം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വർഷങ്ങളോളം കുട്ടിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയ സന്താനത്തെ അള്ളാൻ്റെ കൽപ്പനയിൽ തന്നെ അറുക്കാൻ കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ
സ്വാഭാവികമായിട്ട് ഒരു പിതാവിൻ്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ പിതാവ് എന്താ പറയണ്ടേ? പിന്നെ എന്തിനെ റബ്ബേ എനിക്ക് തന്നീനെ? എന്നാ തരണ്ടാന്ന് വെച്ചുകൂടായിരുന്നോ? ഈ തന്നതിന് ശേഷം ഞാൻ തന്നെ അവൻ അറുക്കണമെന്ന് കൽപ്പിച്ചാൽ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു മതരംഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ആരാവട്ടെ, ഒരു മതത്തിൻ്റെയൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ അയാളെ കുട്ടിയെ അറുത്ത് കഴിഞ്ഞാൽ നാട്ടുകാരെന്താ പറയുക? എന്തോരും മനുഷ്യനയാൾ, എന്നും പൂജയും നിസ്കാരമൊക്കെ ഇനി പണി, ഇപ്പം അങ്ങനെയുള്ള കുട്ടിനെ പിടിച്ച് അർത്ഥമല്ലോ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് പ്രസിദ്ധിയാണോ ഉണ്ടാവുക, അതല്ല കുപ്രസിദ്ധിയാണോ ഉണ്ടാവുക? ആളുകളെ സ്വീകരിക്കുകയും ചേർത്ത് പിടിക്കുകയാണോ ചെയ്യുക, അതല്ല കൂക്കി വിളിച്ച് കല്ലെറിഞ്ഞ് ആട്ടി ഓടിക്കുകയാണോ ചെയ്യുക? അവൻ്റെ പൂജ, മൂപ്പരെ നിസ്കാരം എന്നിട്ട് കുട്ടിയെ പിടിച്ച് അറുക്കുക. ഇനി അത് മാത്രമല്ല, അറുത്ത് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ അറുത്തിട്ട് എന്താ കിട്ടാനുള്ളത്? അതിനെ മാംസം ആരെങ്കിലും കഴിക്കുമോ? നരബലിയൊക്കെ നടത്താറുണ്ടെങ്കിൽ പോലും മനുഷ്യ മാംസം ആഹാരമായി കഴിക്കുന്ന ഏതോ പ്രാകൃത മനുഷ്യന്മാരൊക്കെ കുറിച്ച് കേൾക്കുക എന്നല്ലാതെ അതൊരാഹാരമായിട്ട് ആരും കഴിക്കൂലല്ലോ. പിന്നെ വേസ്റ്റ് അല്ലേ? അങ്ങനെ ഒന്നും ആ വിഷയത്തിൽ ചിന്തിച്ചില്ല. അല്ലാഹ് പറഞ്ഞ വാക്ക് ഫലമ്മ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. വാപ്പാനോട് പറഞ്ഞത് വാപ്പി അനുസരിച്ചു, മകനോട് പറഞ്ഞത് മകനും അനുസരിച്ചു. ഇപ്പം നമ്മളൊരു 5000 റുപ്യല്ല ഒരു ആടിനെ വാങ്ങിയിട്ടേ, പൊലിയത്തർക്കാർ ആടിനെ വാങ്ങിയാൽ അതിൻ്റെ കയ്യും കാലും ഒക്കെ പിടിച്ചേക്കണമല്ലോ അതിനെ അറക്കണമെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കാളനയ്ക്കാണെങ്കിൽ കെട്ടിത്തള്ളിയിട്ട് അതിനെ വീഴ്ത്താൻ പണി എത്ര എടുക്കണം? ഒരു കുട്ടിയെ അറുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ കുട്ടി ക്ഷമയോടെ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ 5 മിനിറ്റ് കഴിഞ്ഞ് ആ കുട്ടി ഭൂമിയുടെ ചിത്തത്തിൽ ഇല്ലാതാവുകയാണ്. പക്ഷെ അല്ലാഹ് വാക്കുപയോഗിച്ച് രണ്ടാളും, വാപ്പ വാപ്പയുടെ ഡ്യൂട്ടിയും മകൻ മകൻ്റെ വിധേയത്വവും കാണിച്ച് നെറ്റിത്തട വെച്ചു കൊടുത്ത രംഗം പറയുന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞത് വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ. ഇബ്രാഹിമേ, നിന്റെ സ്വപ്നം നീ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിളിയാളമില്ലെങ്കിൽ അവിടെ അറവ് നടക്കുമെന്നർത്ഥം. അങ്ങനെ ഒരു ചോദ്യം ചെയ്യാതെ, അള്ളാൻ്റെ കൽപ്പനകളുടെ വരുംവരായികൾ ചിന്തിക്കാതെ, അത് ചെയ്താലുണ്ടാകുന്ന ഭാവിയിലുണ്ടാകുന്ന ആളുകളുടെ സംശയങ്ങളും ചോദ്യങ്ങളും പരിഗണിക്കാതെ അള്ളാഹ് കൽപ്പിച്ചതാണോ എങ്കിൽ ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ അതനുസരിച്ചേ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നാട്ടിലെ ഭരണാധികാരിയുടെ അടുത്ത് പോയിട്ട് നേർക്ക് നേരെ തൻ്റെ ആദർശം പറയാം എന്ന് പറയുമ്പോൾ അദ്ദേഹം വിഗ്രഹാരാധകരും അതിനു വേണ്ടി ജീവിതത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ഒരാളും കൂടിയാണെങ്കിൽ അദ്ദേഹത്തോട് ആ വിശ്വാസം ശരിയല്ല എന്ന് പോയി പറയുമ്പോൾ വരാനുള്ള ഭവിഷ്യത്തുകൾ ചിന്തിക്കാൻ ഒരുപാട് ആലോചിക്കൊന്നും വേണ്ടി വരില്ല. എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുന്ന വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. എന്ത്? അള്ളാഹു അധികാരം നൽകിയ മനുഷ്യൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്ന വാക്ക്, എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോഴാണ് ആ ഭരണാധികാരി നിനക്ക് അയാൾ പറഞ്ഞത് അന ഉഹീവ ഉമീത്തു, ഞാനും വേണ്ടവരെ ജീവിപ്പിക്കാനും എനിക്കിഷ്ടമില്ലാത്ത വേണ്ടാത്ത മനുഷ്യന്മാരെ കൊല ചെയ്യാനും അധികാരമുണ്ടല്ലോ എനിക്കും. ആ സമയത്ത് അള്ളാഹു ഇബ്രാഹിം നബിയുടെ പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഇബ്രാഹിം നബി ആ സമയത്ത് പറയാൻ അള്ളാഹ് തോന്നിപ്പിച്ചു കൊടുക്കുന്ന സംഗതി, എൻ്റെ റബ്ബ് സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ സ്ഥലത്ത് നിന്ന് ഉദിപ്പിക്കുകയും അതിനെ മറ്റൊരു സ്ഥലത്ത് അസ്തമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാ യഅ്തി ബിശംസി മിനൽ മശ്രിഖി ഫഅ്തി ബിഹാ മിനൽ മഗ്രിബ്. അതുകൊണ്ട് ദിനേന നമ്മൾ കാണുന്ന ഈ ആ പ്രോസസ്സിൽ ഒരു മാറ്റം വരുത്തുക. നാളെ സൂര്യൻ അസ്തമിക്കുന്നിടത്തൊന്ന് ഉദിക്കട്ടെ,
നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ എൻ്റെ നാഥൻ ഒരേ സ്ഥലത്ത് ഉദിപ്പിക്കുകയും അതിൻ്റെ കൃത്യമായ ദിശ അസ്തമിക്കുകയും ചെയ്യും. ഒരു മാറ്റം ഒന്ന് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഫബുഹിത്തല്ലദീ കഫറ, അവിശ്വാസിയായ മനുഷ്യൻ ഉത്തരം മുട്ടിപ്പോയ അവസ്ഥ പറയുന്നത്. അപ്പം അങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെ പോകുന്നത് കൊണ്ട് മനുഷ്യന്മാർ ചിന്തിക്കൊന്നുമില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 100 കൊല്ലമായാലും, 100 കൊല്ലം കഴിഞ്ഞു സംഘടിതമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു ദിക്ർ ഹൽക്കക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ ആൾ വരാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു റാത്തീബോ മൗലൂദോ നാട്ടിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ടോ? അതിനൊക്കെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മളങ്ങനെ പ്രവർത്തിക്കുന്നു എന്നല്ലാതെ ഇതിൻ്റെ ആളുകൾ അത്തരത്തിന് ശാസ്ത്രീയതയും അതിന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തി അവർ ശിർക്കും ഖുറാഫത്താവും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സംഘടനാ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടാണ്. ഇബ്രാഹിം നിറം ഒറ്റയാൻ പ്രവർത്തിക്കുമ്പോൾ പിന്നെ അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങളൊരു വ്യക്തി ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എത്രത്തോളം സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഉത്സവത്തിന് പോയ സമയത്ത് അവിടെ വിഗ്രഹങ്ങളെയൊക്കെ ഒന്ന് അലങ്കോലമാക്കിയിട്ട് വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കോടാലി കെട്ടിയിട്ട് ഇബ്രാഹിം നബി തിരിച്ചു പോരുന്ന രംഗം, ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർ കാണുന്ന ആ രംഗം ആ വിശ്വാസികളെ ഏറെക്കുറെ വികാരഭരിതരാക്കുന്നതാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അൻത ഫഅൽത ഹാദാ ബി ആലിഹത്തിനായ ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ നീയാണോ ഞങ്ങളെ ദൈവങ്ങളെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇബ്രാഹിം നബി അതിന് പറഞ്ഞ മറുപടി, ഈ ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവർക്കൊരു ചിന്ത വരണമല്ലോ. ഈ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചും അവയുടെ മുമ്പിൽ കമിഴ്ന്നു കടന്ന് നൊമ്പരപ്പെട്ടുമൊക്കെ കഴിഞ്ഞു പോകുന്ന കാലം ഒന്ന് ചിന്തിക്കണ്ടേ മനുഷ്യൻ? അതുകൊണ്ട് ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ, ഈ ദൈവങ്ങൾ സംസാരിക്കുമെങ്കിൽ അവരോട് തന്നെ ചോദിച്ചാൽ പോരെ, ആരാണ് നിങ്ങളെ ഈ അലങ്കോലമാക്കിയത്, ആരാണ് നിങ്ങൾക്കെതിരെ ഇവിടെ പ്രവർത്തിച്ചത്, ഒന്ന് പറഞ്ഞു തന്നാളി. അപ്പൊ തല താഴ്ത്തി ഉത്തരം മുട്ടിയ ആളുകൾ അവസാനം ഇബ്രാഹിം നബിയോട് പറയുന്ന വാക്ക് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, ലഖദ് അലിംത മാ ഹഉലാഇ യൻതിഖൂൻ, നിനക്കറിയില്ലേ അവർ സംസാരിക്കുകയില്ല എന്ന്. അപ്പം മിണ്ടാൻ കഴിയാത്ത, സംസാരശേഷിയില്ലാത്ത, പ്രതികരിക്കാൻ അറിയാത്ത പ്രതിഷ്ഠകളാണ് എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു എങ്കിൽ പോലും അവരാരാധിക്കുന്നത് നിർത്തുകയോ അവരെ തള്ളിപ്പറയുകയോ ഇനി ഇബ്രാഹിം നബി പഠിപ്പിച്ച അല്ലാഹ് തന്നെ മതി എന്ന് തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ വാക്ക് പറഞ്ഞിട്ട് അവർ പിന്നെ ചെയ്യുന്നത് എന്താണ്? അവർ പറഞ്ഞു, ആ ഇബ്രാഹിമിനെങ്കിൽ തീയിലിട്ടേക്കണം. അവരുടെ ബുദ്ധിരാഹിത്യവും അവരുടെ വിശ്വാസത്തിലെ വൈകല്യങ്ങളും ബോധ്യപ്പെട്ടിട്ടും അവർ പറഞ്ഞത് അവർക്ക് വേണ്ടി അതാ ഇബ്നു ലഹു ബുന്യാനൻ ഫൽഖുഹു ഫിൽ ജഹീം, വലിയൊരു എടുപ്പുണ്ടാക്കിയിട്ട് ഒരു തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് ആ തീയിലേക്ക് ഇട്ടേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു തീയിൽ ഒരു മനുഷ്യനെ എറിയുമ്പോൾ ഒരു ഇസ്ത്രി ഇടുമ്പോൾ ഇസ്ത്രിപ്പെട്ടി കയ്യുമ്പോൾ തട്ടിയുള്ള ചൂട് നമുക്കറിയാലോ. തീ കൊല്ല കത്തിച്ചിട്ടൊരു മനുഷ്യനെ അതിലേക്കാണ് എടുത്തെറിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് ചിന്തിക്കാൻ ഇബ്രാഹിം നബിക്ക് ഒരുപാട് ഗവേഷണം നടത്തുന്നു വേണ്ടല്ലോ. ഇബ്രാഹിം നബിക്ക് വേണമെങ്കിൽ സോറി പറയാലോ, സംഭവിച്ചു പോയതാണ്, മാപ്പാക്കണം, ഞാനെൻ്റെ ഒരു പ്രായത്തളപ്പുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്, ഇനി മേലാൽ നിങ്ങളെ വിഗ്രഹങ്ങളൊന്നും ഇങ്ങനെ ഞാൻ ചെയ്യൂല എന്നൊരു മാപ്പപേക്ഷ കൊടുക്കാലോ. അപ്പം ഇബ്രാഹിം നബിക്ക് തീയിലിട്ടാ വരുന്ന വരുംവരായികളെക്കാൾ ഉപരി പടച്ച റബ്ബിൻ്റെ തൗഫീഖാണ് ജീവിതത്തിൽ. അള്ളാഹ് കണക്കാക്കിയത് അങ്ങനെയാണ്, ഞാൻ മരിച്ചു പോകും. അള്ളാഹ് അവിടെ ഇടപെട്ടിട്ട് ഖുർആൻ പറഞ്ഞ വാക്ക് ഖുൽ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, മനുഷ്യർ ഇങ്ങനെ പോകുന്നിടത്ത് ഓരോരുത്തരോടും സ്വന്തം പിതാവിനോട് വരെ ഇബ്രാഹിം നബി ചോദിക്കുന്ന ചോദ്യം പറയുന്നുണ്ട്, മാ ഹാദിഹി തമാസിലുല്ലത്തി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഈ ഭജനമിരിക്കുന്ന പ്രാർത്ഥനാ നിർഭരായി കഴിഞ്ഞുകൂടുന്ന ഈ ദേവീ ദേവന്മാരുടെ മുമ്പിൽ
അവർ നിങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്യുമോ? നിങ്ങൾക്ക് വരുന്ന വല്ല ഉപദ്രവവും തട്ടിമാറ്റാൻ ഇവരെ കൊണ്ട് കഴിയുമോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവർ പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങൾ വജദ്ന ആബാഅന ലഹ ആബിദീൻ, ഞങ്ങളെ വാപ്പക്കാരനവന്മാർ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ഇതിന് ന്യായം പറയാനൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ വാപ്പമാരൊക്കെ ഇതിൻ്റെ മുമ്പിൽ ആരാധിച്ചതാണ് ഞങ്ങൾ കണ്ടത്, അത് ഞങ്ങൾ പകർത്തിയെടുത്തു, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇക്കാലത്തും ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനൊക്കെ ആരാധിക്കുന്ന ആളുകളുണ്ട്, എത്ര പ്രതിഷ്ഠകളുണ്ട്. ഈ ആളുകളോട്, ബഹുദൈവ വിശ്വാസികളോട് ഇപ്പോഴും വിശ്വാസികളുടെ ചോദ്യം ഇതേ ഉള്ളൂ: നിങ്ങൾ ആരാധിക്കുന്ന ഈ ദേവീ ദേവന്മാർ നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവന്നു തരുമോ? നിങ്ങൾക്ക് വരുന്ന വല്ല ഭവിഷ്യത്തുകളെയും തട്ടിമാറ്റാൻ കഴിയുമോ? അവർ കാലാതിവർത്തിയായവരാണോ? അവർക്ക് ത്രികാല ജ്ഞാനമുണ്ടോ? അവർക്ക് എല്ലാ ഭാഷയും അറിയുമോ? അവരുടെ മുമ്പുള്ള ജനങ്ങൾ അവരെക്കുറിച്ച് എങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവുക? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. എത്ര ശാസ്ത്രീയമായി നമ്മൾ വികസിച്ചു കഴിഞ്ഞാലും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യർ മുക്തരാവണമെങ്കിൽ മനുഷ്യർ തൗഹീദാണ്ട് ഉൾക്കൊള്ളണം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം മന്ത്രിമാരുണ്ടല്ലോ ഇപ്പം നമ്മുടെ നിയമസഭയിൽ. 13-ാം നമ്പർ വാഹനം ഏറ്റെടുക്കാൻ ആളുണ്ടായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്താ 13 ഏറ്റെടുത്ത എന്താ പ്രശ്നം? 13-ാം നമ്പർ വാഹനം എനിക്ക് മതി, എനിക്ക് ലാ മാനി അലിമ അത്തവല മോത്തി അലിമ മനത്ത, അല്ല കണക്കാക്കിയിട്ടുള്ളത് എനിക്ക് സംഭവിക്കൂ. 13-ാം നമ്പർ വാഹനം എടുത്താൽ എനിക്കൊന്നും വരൂലാന്ന് ചിന്തിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാ? എങ്ങാനും എന്തെങ്കിലും വന്ന ആൾക്കാർ പറയല്ലോ, ഓനിപ്പോൾ എടുത്തിട്ടല്ലേ, എന്തിനെ പോനെ എടുക്കാൻ പോയത്, വേറെ വണ്ടിയില്ലേ ഇനിയോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു മതപണ്ഡിതന്റെ ലോഡ്ജിന് നമ്പറിട്ട് 14 മുതലാ. കാരണം 1 മുതൽ നമ്പറിട്ടാ 13 ഇടണ്ടേ, ഇടാഞ്ഞാൽ മതപണ്ഡിതൻ്റെതാവുമ്പോൾ ആളുകൾ ചോദിക്കുമല്ലോ. അപ്പൊ നമ്പർ 14 മുതൽ ഇട്ടാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ എന്താ കാര്യങ്ങൾ? ആളുകളുടെ വിശ്വാസത്തിൽ തൗഹീദാണ് കയറാഞ്ഞാൽ, അതാണ് കയറുമ്പോഴാണ് എൻ്റെ റിസ്ക് തരുന്ന റബ്ബാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയില്ല മാനിയലിമ ഔത്തൈത്ത്, പടച്ചവനെ നീ നൽകിയാൽ തടയാൻ ഒരുത്തനുമില്ല, നീയാണ് നൽകുന്നവൻ, നീ തടഞ്ഞാലോ നൽകാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ ഒരു ഈമാൻ മുറുകെ പിടിക്കുമ്പോഴാണ് ഏത് അക്രമിയായ രാജാവിൻ്റെ മുമ്പിലും സധൈര്യം ചെന്ന് തൻ്റെ ആദർശം വെട്ടിത്തുറന്ന് പറയാൻ കഴിയുക. അത്തരത്തിലാകുമ്പോഴാണ് ഇബ്രാഹിം നബി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും നമുക്ക് ഇബ്രാഹിം നബി മാതൃകയാകുന്നതും ഇബ്രാഹിം നബിയുടെ വരും തലമുറ ആവേശം കൊള്ളേണ്ടതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അല്ലാഹു തആല ഒരു ഉമ്മത്താണ്, ഒരു വ്യക്തി, ഒരു സമൂഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോഴാണ് ഇബ്രാഹിം നബി അല്ലാഹു തആല ഉമ്മത്തെന്ന് പരിചയപ്പെടുത്തിയത്. ഇന്ന് വലിയ സംഘടനകൾ വ്യക്തികളായി മാറുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പടച്ച റബ്ബ് ആ ഇബ്രാഹിമി മില്ലത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിലുള്ള എല്ലാ ജാഹിലിയത്തുകളെയും ഇല്ലായ്മ ചെയ്ത് തൗഹീദിൻ്റെ ശോഭയിലൂടെ ജീവിച്ച് മുന്നേറാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.